Today we have with us Nikhil Biju. He's a law aspirant. He's studying in എവിടെയായിരുന്നു പഠിക്കുന്നത് നമ്മള്? ഞാൻ ഇപ്പം LLM ചെയ്യാണ് സാർ. ഞാൻ സിംബയോസിസ് ലോ കോളേജ്, അത് പൂനെയിലാണ്. സിംബയോസിസ് പൂനെയിലാണല്ലേ? യൂണിവേഴ്സിറ്റി. ആ, മാസ്റ്റേഴ്സ് ഇൻ ലോ ആണല്ലേ ചെയ്യുന്നത്? മാസ്റ്റേഴ്സ് ആണ്. ശരി, കൂടെ അപ്പൊ നമുക്ക് നിഖിലിന്റെ കൂടുതൽ വിശേഷങ്ങളും നെറ്റ് ജേർണിയും എല്ലാം നമുക്ക് ഇന്ന് ഈ സെഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഓവർ ടു യു. നിഖിൽ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? ഹു ഇസ് നിഖിൽ? നിഖിൽ ആരാണ്? എൻ്റെ പേര് നിഖിൽ. വീട് ഇടുക്കിയിലെ കുട്ടിക്കാനത്താണ്. ഞാൻ സ്കൂളിംഗ് എല്ലാം ഇടുക്കി തന്നെയായിരുന്നു. പ്ലസ് വൺ പ്ലസ് ടു പാലായിലെ ചാവറയിൽ പഠിച്ചു. അത് കഴിഞ്ഞാണ് LLBക്ക് പോകുന്നത്. LLB ക്രൈസ്റ്റ് ബാംഗ്ലൂരിലാണ് ചെയ്തത്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അവിടെ 5 ഇയേഴ്സ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു LLMന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഇതിന് നെറ്റിനും സൈമിൾട്ടേനിയസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഏപ്രിലില് കോമ്പറ്റീവ് ക്രാക്കറിനെ പറ്റി കേൾക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന അഖിൽ സാറാണ് എനിക്ക് ഗൈഡൻസ് തന്നുകൊണ്ടിരുന്നത്. അപ്പം സാറ് വഴി ഞാൻ ഏപ്രിലില് ജസ്റ്റ് ഞങ്ങള് ഇൻഫോർമൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ബേസിക് ഗൈഡൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഫുൾ ഓൺ ഞാനൊരു ഇന്റൻസ് ആയിട്ട് ഞാൻ ഇച്ചിരി പഠിച്ചു തുടങ്ങിയത് മെയ്യിലൂടെയാണ്. മെയ് ഒരു ഫുൾ മന്ത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചു. ഒരു അതിൽ മന്ത്, 2 മന്ത് അല്ലേ? അതെ. എന്നിട്ട് മെയ്യില് പിന്നെ ജൂണില് ഞാൻ ലാസ്റ്റ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തു ഓഹോ പ്രോപ്പറായി. ഹോ. അങ്ങനെ പേപ്പർ 1 ജോയിൻ ചെയ്തു. പേപ്പർ 2 ഞാൻ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലായിരിക്കണ്ടേ? വീട്ടില് അച്ഛനമ്മ അനിയത്തി. ആണല്ലേ? ഉം. അച്ഛനമ്മ എന്താ ചെയ്യുന്നേ? അച്ഛനും അമ്മയും പ്രോസസ് ആണ്. ഓക്കെ. അച്ഛൻ ലോയാണ് പഠിപ്പിക്കുന്നത്, അമ്മ കമ്പ്യൂട്ടർ ഓഹോ ആണ്. ഹോ. അനിയത്തി ഇപ്പം ഫൈനൽ ഇയർ MBBS ചെയ്യും, ആലപ്പുഴ മെഡിക്കൽ കോളേജ് വണ്ടാനം. ഓഹോ, ഫൈനൽ ഇയർ ആണല്ലേ പണ്ടാനത്ത്? ഫൈനൽ ആ, ഇയർ. എന്റെ ഒരു ഫ്രണ്ട് അതെ. അവിടെ പഠിക്കുന്നുണ്ട്. പണ്ടാനത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ 4th ഇയർ ആയിരുന്നു. അവസരം ചെയ്യുന്നുണ്ട്. സർജൻസി ഓക്കെ അടുത്ത വർഷം ഇല്ല, ഇപ്പൊ 4th ഇയർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, വെരി ഫൈൻ വെരി ഫൈൻ. ആ, കൊള്ളാലോ. അപ്പോ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വരുന്നത് അല്ലേ? അതെ അതെ അതെ. ടീച്ചേഴ്സ്. അപ്പൊ ഒബിയസ്ലി വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നോ ടീച്ചിങ്ങിലേക്ക് തിരിയണം എന്ന ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമില്? അങ്ങനൊന്നുമില്ല, പക്ഷേ ഈ PG ചെയ്യണമെന്നൊരു പ്രഷർ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ LLB കഴിഞ്ഞ് ഒരു പ്രാക്ടീസ് ചെയ്യണോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവലിൽ ഓഫീസിൽ ജോലിക്ക് കയറണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞു ഒരു PG കൂടെ എടുക്കാൻ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് തിരിയാം. പക്ഷേ ഒരു PG എന്നുള്ളത് പേരൻസ് രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ പോയിന്റ് എനിക്കും ഫീൽ ചെയ്തു ഇപ്പൊ ചെയ്തില്ല പിന്നെ എപ്പൊ ചെയ്യാനാണെന്നൊരു ചിന്ത വന്നപ്പോൾ അങ്ങനെ PGക്ക് ചെയ്തു. അങ്ങനെ വന്നതാണ്. അല്ലാതെ പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇന്റൻസ് ആയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ കാണുന്നില്ല. കാര്യം ഇനി അറിയില്ല, മേ ബി ജുഡീഷ്യൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. അത് PG കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നു എന്തിലോട്ട് തിരിയണമെന്ന് അങ്ങനെ ഫൈനലായിട്ട്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിലും ഞാൻ വിചാരിക്കുന്നു പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നെറ്റ് ഉള്ളതിനൊരു വെയിറ്റേജ് ഉണ്ടല്ലോ എന്നൊക്കെ കരുതിയാണ് ഞാൻ ഇതിനോട് തുടങ്ങിയത്. പക്ഷെ നെറ്റ് കിട്ടിയില്ല, ഐ മീൻ അസിസ്റ്റന്റ് കിട്ടിയില്ല. PhD ക്വാളിഫൈഡ് ആണ്. അപ്പൊ ഞാൻ ഓക്കെ ഡിസംബറിൽ ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇറ്റ്സ് ഫൈൻ ഫൈൻ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മറ്റേ നമ്മുടെ എന്തായിരുന്നു, നമ്മള് എൻട്രൻസ്, മെഡിക്കൽ എൻട്രൻസ് ട്രൈ ചെയ്തിരുന്നു, പിന്നെ സ്കിപ്പ് ചെയ്ത് ലോയിലേക്ക് വന്നു. ലോയിൽ നിന്ന് വീട്ടുകാരുടെ പ്രഷർ കാരണം PG എടുത്തു. അങ്ങനെ പ്രഷർ കാരണം എന്നല്ല പറഞ്ഞത്, ആ പ്രഷർ ആ ചെയ്തുകൊണ്ട് PG എടുത്തു. അവിടുന്ന് നമ്മൾ നെറ്റിലേക്ക് വന്നു. അപ്പൊ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും നമ്മള് ലോയിലേക്ക് വന്നത് ഫ്രം മെഡിസിൻ? എന്തെങ്കിലും ആ, സ്പെസിഫിക് റീസൺ ഉണ്ടാവുക? ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ പ്രഷർ എനിക്ക് ആകെ ഫീൽ ചെയ്തത് നീറ്റ് കോച്ചിങ്ങിലായിരുന്നു. അത് എന്റെ ചോയ്സ് തന്നെ ഞാൻ എടുത്തതാണ്. പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു ചാവറ ഒരു എൻട്രൻസ് ഓറിയന്റഡ് സ്കൂളാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ നീറ്റ്. പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്നവരെല്ലാവരും ഇതിന് പോയപ്പോൾ എന്നാൽ ഞാനും പോയേക്കാം എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഞാൻ കോച്ചിങ് പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താക്കാന്ന് ഒരു ചിന്ത വന്നു. പക്ഷെ അതിനിടയ്ക്കാണ് കോവിഡ് വന്നതും ലോക്ക്ഡൌൺ ആയി. ഓഹോ ഹോ. അപ്പൊ എനിക്ക് തോന്നി ലൈക്ക് ഞാൻ ഈ ഫീൽഡിനാണല്ല എന്ന് എനിക്ക് പണ്ടേ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പോകുമ്പോൾ നമ്മൾ ആ ഒരു ഹേർഡ് മെന്റാലിറ്റിയിൽ അങ്ങനെ പിയർ പോയതാ. പ്രഷർ. പിയർ പ്രഷർ കൊണ്ട് പോയതാ. പിന്നെ എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ എന്നാ ഓക്കെ, ഒരു നല്ല എക്സാം അല്ലേ, നല്ല കരിയർ അല്ലേ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ പോയതേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ഞാൻ LLBക്കായാലും നെറ്റിനായാലും ബാക്കി എന്ത് കോഴ്സിനായാലും ഇപ്പൊ ഞാൻ LLM ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ഫിഫ്ത്ത് ആണ് NIRF റാങ്കിങ് അനുസരിച്ച് ലോയില് ഈ കോളേജ്. അപ്പം ബാക്കി ഒന്നിനും എനിക്ക് ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നില്ല. എനിക്ക് എൻ്റെ ഒരു പഠിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. അപ്പം ഈ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു റിസൾട്ട് കാണാത്തതിന് പകരം ഞാൻ എൻ്റെ ഒരു ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് പഠിക്കുമ്പോഴും പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് സമയം ഇട്ട് കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു ഏരിയ.
അങ്ങനെ ഒരു ചിന്ത എപ്പോഴും എനിക്ക് ആഫ്റ്റർ LLB തന്നെ കിട്ടി തുടങ്ങി. ഈ ലോ പഠിക്കുന്ന എനിക്കൊരു ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. ഞാൻ ആ പ്രോസസ്സ് ഓക്കെ. എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റിന് പഠിച്ചപ്പോഴാണെങ്കിൽ പോലും എന്റെ റൈറ്റ് ആഫ്റ്റർ മൈ ഇതായിരുന്നു ഞാൻ ചെയ്തത്. എന്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത് എന്റെ വെക്കേഷൻ സമയത്താണ്. പക്ഷെ അന്നേരം കുറച്ച് വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്യുന്നത് പറഞ്ഞാലും അല്ലാത്ത സമയത്തിരുന്ന് പഠിക്കുക. അങ്ങനെ ഏപ്രിലിൽ പഠിച്ചു. വൈകുന്നേരങ്ങളിലായിരുന്നു മെയിനായിട്ട് പഠിത്തം. മെയ് തൊട്ടാണ് കുറച്ചുകൂടെ ഒക്കെ ഒരു സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ഈ പ്രിപ്പറേഷൻ ഇടയ്ക്ക് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടുക്കി കളക്ടറേറ്റിലെ ജില്ലാ കളക്ടറുടെ കൂടെ. അപ്പം ഓക്കെ. അത് രണ്ടും സൈമിൾട്ടേനിയസ്ലി പോകുമ്പോൾ ആ പഠിത്തത്തിന്റെ ഒരു മൂഡ് ഉണ്ടായിരുന്നു എപ്പോഴും. എന്തെങ്കിലും വായിക്കുക, അങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്ത് വന്നു. അപ്പൊ ജൂൺ ആയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാനായിട്ട് എനിക്ക് പറ്റി. അപ്പോ ഒരു നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ഫ്ലോ ആണെന്നാണ് നിഖിൽ പറയുന്നത്. അതാണ് ഞാൻ ഉറപ്പായിട്ടും പറയും. കാര്യം ഇത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പറ്റായികയൊന്നുമില്ല, പക്ഷെ നമ്മൾ അത്ര എഫേർട്ട് ഇടേണ്ടി വരും. ഇതിപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളെ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ, ഇത് ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ആ, ഒത്തിരി മണിക്കൂറുകൾ പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ മെത്തേഡ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കോർ കൺസെപ്റ്റ്സ് പേപ്പർ 1 എനിക്ക് പുതിയതായിട്ട് ഞാൻ അത് കോച്ചിങ് തന്നെ എടുത്ത് പഠിച്ചു. പേപ്പർ 2 ഒക്കെ ആണെങ്കിൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ് പേപ്പർ തന്നെയാണ് പഠിച്ചത്. പക്ഷെ പഠിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം നോക്കിപ്പോയല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിന്റെ ഓപ്ഷൻ മനസ്സിലാക്കുന്നു, എന്തുകൊണ്ട് മറ്റേ ഓപ്ഷൻ വന്നു, ആ മറ്റേ ഓപ്ഷന്റെ ചോദ്യം എന്തായിരിക്കും എന്നും കൂടെ ഞാൻ നോക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ DPSP, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ലോയിൽ അധികം നല്ലൊരു ശതമാനം ചോദ്യമാണ്. ഒരു 100 ചോദ്യത്തിൽ ഒരു 20-25 ചോദ്യത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പം അങ്ങനത്തെ സ്ട്രെസ് വരുന്ന സബ്ജക്ട്സ് ഞാൻ നോക്കി അതിനകത്ത് മറ്റു ഓപ്ഷൻ എന്താണ്. ആ ആ ഇപ്പം ആകെ ഇച്ചിരി പാടായിട്ട് വരുന്നത് ഈ കേസുകൾ വർഷാടിസ്ഥാനത്തിൽ ഇങ്ങനെ എഴുതാൻ പറയും. കേസുകൾ തന്നെ ഓർത്തിരിക്കാൻ പാടാ. അപ്പൊ അതിന്റെ വർഷം ഭയങ്കര പാടാ. അപ്പൊ അതൊക്കെയാണ് ഇച്ചിരി പാടായി പോയത്. എനിക്ക് 15 മാർക്ക് 16 മാർക്കിനാണ് ഇപ്പം കട്ട് ഓഫ് മിസ്സായി പോയത്. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മോർ ദാൻ ഹാപ്പിയാണ്. അങ്ങനെ ഒത്തിരി ഇന്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുമില്ല. എനിക്കിത് എക്സാമിന്റെ ഫീല് കിട്ടണമായിരുന്നു. അപ്പം ഞാൻ ബേസിക്കലി ഈ ജേണിയിൽ ഹാപ്പിയാണ്. അപ്പൊ നമ്മള് പേപ്പർ 1ലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സബ്ജക്റ്റ് ഓക്കെ, നമ്മള് സബ്ജക്റ്റ് ആണല്ലേ ഫ്ലോയിലുള്ളതാണ്, സബ്ജക്റ്റിനോട് പാഷൻ ഉള്ള ഒരാളാണ്. പക്ഷെ ഈ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എസ്പെഷ്യലി ടോക്കിംഗ് അബൌട്ട് സബ്ജക്ട് ലൈക്ക് ലോ, ഫോറൻസിക്, ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് ഇംഗ്ലീഷ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഈ പേപ്പർ 1ലെ പല ടോപ്പിക്കുകളും നമുക്ക് ഭയങ്കര ഏലിയൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ലൈക്ക് നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ലെറ്റ്സ് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ബാക്കി സബ്ജക്റ്റുകളാണെങ്കിൽ പോലും BEd ചെയ്തിട്ടില്ല ഒരാൾക്ക്, അല്ലെങ്കിൽ TTC ചെയ്തിട്ടുള്ള ഒരാൾക്ക്, ഇല്ലാത്ത ഒരാൾക്ക് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള ഏരിയാസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മളോടൊപ്പം ആ ഒരു ജേർണിയിൽ നമ്മൾ പേപ്പർ 1നെ ഒന്ന് ടാക്കിൾ ചെയ്യുന്നത്? ലോ എനിക്ക് ഇഷ്ടമായത് തന്നെ എനിക്ക് മാത്സ് ഒരു ഭയങ്കര പാടുള്ള വിഷയമാണ്. അതുകൊണ്ട് DAയും അങ്ങനത്തെ ലോജിക്കൽ റീസണിങ്ങിനകത്തെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് ഇച്ചിരി ഏറ്റവും പാടുള്ളത്. അപ്പം പ്രോബ്ലംസ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറെ ചെയ്ത് പഠിച്ചു. പിന്നെ ആ, ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ആ സമയത്ത് മാരത്തൺ ക്ലാസ്സുകൾ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മാരത്തൺ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം അതിനകത്ത് പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു കോർ കൺസെപ്റ്റ്സ് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഞാൻ രാവിലെ 5:30 ക്ലാസ്. അപ്പം 5:30 തുടങ്ങുന്ന ആ ഒരു പഠിത്തം രാത്രി വരെ പോകുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ഇനീഷ്യലി കുറച്ച് ദിവസം പേപ്പർ 1 പഠിച്ചു. പിന്നെ മെയ് മാസം കൂടുതൽ പേപ്പർ 2 പഠിച്ചു. പിന്നെ എക്സാമിനോട് അടുത്ത ദിവസം ഞാൻ വീണ്ടും പേപ്പർ 1 ആണ് പഠിച്ചത്. കാര്യം എനിക്ക് തീരെ അറിയാത്തൊരു വിഷയം ആയതുകൊണ്ട് കൂടെ ഞാൻ അങ്ങനെ നോക്കി. അപ്പം എനിക്ക് ഏറ്റവും പാടുന്നതിനകത്ത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ ഈ ലോജിക്കൽ ഇന്ത്യൻ ലോജിക്ക് അതൊക്കെ ഭയങ്കര പുതിയതായിരുന്നു, എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം അത്തരം സാധനങ്ങൾ ഞാൻ കുറച്ച് അധികം യൂട്യൂബ് ലെക്ചേഴ്സും ഒക്കെ കണ്ടു തന്നെയാണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒത്തിരി റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാസ്സുകൾ തന്നെ കിട്ടുമ്പോഴത്തേക്കും ഒരു ഐഡിയ എനിക്ക് അവസാനത്തെ ഒരു 10-12 ദിവസം ആ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഒരു നല്ലൊരു ഐഡിയ കിട്ടി, എങ്ങനെയാണ് ചോദ്യം വരുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ആ പേപ്പർ 1നെ ടാക്കിൾ ചെയ്തത്. ക്രാഷ് ബാച്ച് നമ്മുടെ മെന്റർ സപ്പോർട്ടും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ ഡിഡ് യു ഫീൽ? ഹൗ ഡിഡ് യു ഹാവ് ദ എക്സ്പീരിയൻസ്? എനിക്ക് അത് അവസാനം ഏറ്റവും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്റൻസ് ആയിട്ട് പഠിക്കേണ്ടത് അവസാനത്തെ ദിവസങ്ങളിലാണ്. അപ്പം ആ സമയത്ത് ക്രാഷ് ജോയിൻ ചെയ്യുമ്പോൾ ഇനീഷ്യലി ഇടയ്ക്ക് ഞാൻ മറ്റു പല കാര്യങ്ങളും ഇന്റേൺഷിപ്പ് ഒക്കെ ഡിസ്ട്രാക്ടർ ആയി പോയെങ്കിലും അവസാനം ആ 10-12 ദിവസം എനിക്ക് ഫുള്ളായിട്ട് ഒരു രാവിലെ 5:30 തൊട്ട് രാത്രി വരെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതിലോട്ട് വന്നു. കാര്യം രാവിലെ ഒരു ടോപ്പിക്കാണ് സബ്ജക്ട് നമ്മൾ ICT ആണ് എടുക്കുന്നതെങ്കിൽ അന്ന് ഞാൻ ICT കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ വൈകുന്നേരം ഒരു 10-12 ഒരു 10-15 ഒരു പേപ്പർ 2 ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ പാറ്റേൺ ഫോളോ ചെയ്തിരുന്നത്. അപ്പം
അന്നന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കുകളുടെ പേപ്പർ വണ്ണിന്റെ എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഉം, 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 ഞാൻ അങ്ങനെ ഒന്നും പേപ്പർ വണ്ണിൽ ഒരു ടോപ്പിക്കും പഠിക്കാതെ വിട്ടില്ല. പക്ഷെ എന്നാൽ ഉം, ഉം, ആകെ ഞാൻ സ്ട്രെസ് ചെയ്യാതിരുന്ന കുറച്ച് ഗവേണൻസും അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ആയിരുന്നു. കാര്യം അത് ലോ റിലേറ്റഡ് ആയതുകൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ വരുന്ന എനിക്ക് വലിയ വിഷയമല്ലായിരുന്നു. പിന്നെ എൻവയൺമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അത് നീറ്റിന് കോച്ചിങ്ങിന് പോയതുകൊണ്ടൊക്കെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അതും അങ്ങനെ പോയി. ബയോളജിക്കൽ പൊല്യൂഷൻ അത്തരം കാര്യങ്ങളെല്ലാം. പിന്നെ ഉം, ഉം, ഏറ്റവും പാട് വന്നിരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, മാത്സ് ഞാൻ ഇങ്ങനെ ഇന്റൻസ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ചെയ്ത് പഠിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-12 ദിവസം നമ്മളിത് പഠിക്കുമ്പോൾ തന്നെ ആ സബ്ജക്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ അവസാനം എനിക്ക് കുറെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചോ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ. ആദ്യമേയൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ല, ഇതെങ്ങനെ ഇതെന്താ ഒന്നും അറിയത്തില്ല. ആ ഇനീഷ്യൽ ക്ലാസ്സുകളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് കോർ കൺസെപ്റ്റ്സ് കിട്ടി. പിന്നെ ആണെങ്കിലും തന്നെ പഠിക്കാനായിട്ടാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ അത് ഇങ്ങനെ ചിന്തിക്കണമെന്നേലും മനസ്സിലാക്കാനായിട്ട് ഒരു ഐഡിയ കിട്ടി തുടങ്ങിയത്. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ആണെങ്കിലും നമ്മുടെ ടൈം ടേബിൾ ആണെങ്കിലും അപ്പൊ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പേപ്പർ കൊണ്ട്. ലൈക്ക് മാസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ പോലും നമുക്ക് കോർ ഐഡിയാസ് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ പേപ്പർ കൊണ്ട്. ആഹ് അത് അത് ഇച്ചിരി പാടായിരിക്കാം. പക്ഷേ നമ്മളെ ഇപ്പം 10 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് അതിനകത്ത് ചില ഏരിയാസ് എങ്കിലും ഇപ്പൊ സാർ പറഞ്ഞ പോലെ ആഹ് ഈ ഒരു ടീച്ചിങ്ങിന്റെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്തിട്ടുള്ളവരോ അങ്ങനെയുള്ളവർക്ക് ചില 1-2 ഏരിയാസേലും നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് അറിയാത്ത ഏരിയാസിന് കുറച്ച് സ്ട്രെസ് ചെയ്യാൻ പറ്റും. പക്ഷേ പേപ്പർ വണ്ണിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് 10 ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ആ 10 ദിവസം കൊണ്ട് നമുക്ക് പാടായ ഒരു 3-4 ഏരിയ, മാത്സ് എനിക്ക് പാടായതുകൊണ്ട് DIയും ലോജിക്കൽ റീസണിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ മാത്സ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് അതൊരു നല്ലൊരു സമയമുണ്ട്. അത് ആ 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളതേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമുള്ളൂ. കാര്യം പുസ്തകം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കടല നമുക്ക് ഒരിക്കലും കവർ ചെയ്ത് തീരത്തില്ല. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിൽ നിന്നും ഒരു ഐഡിയ കിട്ടി വരും. പിന്നെ പേപ്പർ 2 നമ്മുടെ കയ്യിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പേപ്പർ 1 ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അത്യാവശ്യം ഇത് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയ കിട്ടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫീൽ ചെയ്യുന്നു അല്ലേ? ഓക്കെ. അപ്പൊ പേപ്പർ വണ്ണില് നിഖിലിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ മാത്തമാറ്റിക്കൽ റീസണിങ് ആയിരുന്നു അല്ലേ? ആയിരുന്നു. പക്ഷെ എനിക്ക് പക്ഷെ അവസാനം എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെയ്ത എല്ലാ മാത്സും കറക്റ്റ് ആയിരുന്നു. ആഹാ, ബാക്കിയുള്ള ഏരിയയിലാണ് തെറ്റിപ്പോയത്. മാത്സ് ഏരിയാസിലൊന്നും എനിക്ക് ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിയിട്ടില്ല എക്സാമിന്. ആഹാ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഈ പേപ്പർ വണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ എന്താണ് കോംപ്രിഹെൻഷൻ, പാസേജ് കോംപ്രിഹെൻഷൻ. DI ആണെങ്കിൽ പോലും നമ്മൾ കുറച്ച് നമ്മളെ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാർക്ക് കിട്ടും. അപ്പോ നമ്മളിപ്പോ നീലിപ്പോ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഒരു 3 മൊഡ്യൂൾസ് നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 30 മാർക്കായി. 30 മാർക്കും 20 മാർക്ക്, 50 മാർക്ക് നമുക്ക് ഏകദേശം പേപ്പർ വണ്ണിൽ നിന്ന് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് ഒരു 10 ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡെഫിനറ്റ്ലി. ഡെഫിനറ്റ്ലി. അപ്പം ലൈക്ക് എങ്ങനെയായിരിക്കാം പേപ്പർ വൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് നിഖിലിന്റെ നെറ്റ് ജേണിയില് ഇപ്പൊ ബിഫോർ പ്രിപ്പയറിംഗ് ഫോർ നെറ്റ് ആൻഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഫോർ നെറ്റ് ആൻഡ് വൈൽ റൈറ്റിംഗ് ദ നെറ്റ് എക്സാം എങ്ങനെയായിരിക്കാം പേപ്പർ വണ്ണില് നിഖില് എടുത്ത ഡിസിഷൻ ആയിരുന്നു ഓക്കെ ഞാൻ പേപ്പർ വണ്ണിന് കോച്ചിങ് ജോയിൻ ചെയ്യാം, എനിക്ക് പേപ്പർ 2 സബ്ജക്ട് നോളജ് ഉണ്ട്. പക്ഷെ എല്ലാവരും ചെയ്ത് വലിയൊരു തെറ്റാണ്. കാരണം എനിക്ക് പേപ്പർ 2 സബ്ജക്ട് നോളജ് ഉണ്ട്, എനിക്ക് പേപ്പർ 2 ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ബേസിക്കലി 30 മാർക്ക് ഞാൻ എങ്ങനെയാണെങ്കിലും പേപ്പർ 1 മേടിക്കും, അത് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞത്. പക്ഷെ ആ പേപ്പർ 1 കോച്ചിങ് എടുക്കാമെന്ന് നിഖിൽ എടുത്ത ഒരു തീരുമാനം അതെങ്ങനെയാണ് റിസൾട്ടില് നിഖിലിന് റിഫ്ലക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എല്ലാരും പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഈ നെറ്റ് എക്സാമിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ എല്ലാവർക്കും ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു ഏരിയ. അത് കഴിഞ്ഞ് ആ ഒരു മാർജിൻ ക്രോസ് ചെയ്യാന്നുള്ളതാണ് പാട്. അപ്പം ആ ഒരു മാർജിൻ കടക്കാൻ നമ്മൾ എപ്പോഴും പേപ്പർ 1 സഹായിക്കും. ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് പേപ്പർ 1 ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടെ നല്ല റാങ്കിലോട്ട് വന്നേനെ. അപ്പം പേപ്പർ 1 മാക്സിമം അത് നമുക്ക് തെറ്റാൻ സാധ്യത കുറവുള്ളതാണ്. കാര്യം നമുക്ക് പേപ്പർ 2 നമ്മുടെ കയ്യിലല്ല അത്രയും. കാര്യം ലോ പോലെ സബ്ജക്ട് വരുമ്പം നമുക്ക് അനന്തമാണ് ചോദ്യങ്ങൾ. അപ്പം ഒരിക്കലും മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പേപ്പർ 1 നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് ഉത്തരങ്ങൾ തെറ്റാതെ എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ.
അപ്പൊ അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ മാക്സിമം മാർക്ക് പേപ്പർ വണ്ണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പേപ്പർ ടു ഇച്ചിരി പാടായാലും നമുക്ക് എങ്ങനെയും ഒക്കെ മാനേജ് ചെയ്യാം. പക്ഷെ പേപ്പർ വൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് റെഡിയാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പഠിച്ചാൽ തെറ്റത്തില്ല. കുറെയൊക്കെ ഉത്തരങ്ങൾ ഇപ്പം നമുക്ക് ഷുവർ നമുക്ക് അറിയാം, ഷോട്ടാണ്. ശരിയാ, ഷോർട്ട് ഷോട്ടാണ്. അപ്പം അത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പേപ്പർ ടു പിന്നെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാക്കാവുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പൊ കീ ടു JRF എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പേപ്പർ ടൂവിൽ നമ്മളിപ്പോ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ സബ്ജക്റ്റില്. അപ്പൊ അതിലെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ JRF പുഷ് ചെയ്യാൻ പറ്റുന്ന കീ പേപ്പർ വൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോജിക്കാനല്ലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതെ, അപ്പൊ നമുക്ക് പേപ്പർ വണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മള് ഏറ്റവും എളുപ്പം മാർക്ക് നമുക്ക് കിട്ടുന്ന ഏരിയാസ് എന്ന് ആസ് എ ക്രാഷ്. അപ്പൊ എന്തോ നിഖിലിനോട് എങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈ എടുത്തു ചോദിക്കുന്നതിന് കാരണം, അപ്പൊ ഒരുപാടധികം ആളുകൾ 6 മാസം, 1 വർഷം, 2 വർഷം ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ടും കിട്ടാത്ത ആളുകളുണ്ട്. ബട്ട് യു മെയ്ഡ് ഇറ്റ് ഇൻ 10 days. അവിടെ നമുക്കിപ്പോ ഓബിയസ്ലി നമ്മുടെ സിസ്റ്റത്തില് നിഖിൽ കണ്ടുപിടിച്ചൊരു ലൂപ്പ് ഉണ്ടായിരിക്കാം. ലൈക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 3 ഏരിയ. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത ഏരിയാസ് ഏതൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്കൽ റീസൺ തെറ്റാതിരിക്കാൻ നോക്കുക. കാര്യം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അത് നമുക്ക് ഉത്തരം ശരിയായിട്ട് അറിയാം, കൺഫ്യൂഷൻ ഒന്നും അവിടെ ഇല്ല. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ഉത്തരം കിട്ടും. അപ്പം അത് മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതിരിക്കുക. കോംപ്രിഹെൻഷൻ അത് പരമാവധി ശരിയാക്കാൻ നോക്കുക. അതും പക്ഷെ നമുക്ക് കോംപ്രിഹെൻഷൻ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നല്ല. കാര്യം ഓരോ വട്ടം വരുമ്പോഴാണ്. പക്ഷെ അവിടെ ഇച്ചിരി ശ്രദ്ധിക്കുക. നമ്മളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ കോംപ്രിഹെൻഷൻ നമുക്ക് റെഡിയാക്കാനേ ഉള്ളൂ. പിന്നെ ഇതുപോലെ പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന സാധനങ്ങൾ ICT, പിന്നെ ഈ പൊല്യൂഷൻ റിലേറ്റഡ് ആയ കുറെ എൻവയോൺമെന്റ് റിലേറ്റഡ് ചോദ്യങ്ങൾ വരുന്നത്, PD. അതൊന്നും അതൊന്നും നമുക്ക് അങ്ങനെ തെറ്റില്ല. കാര്യം അതിന്റെ ഉത്തരം നമുക്ക് അറിയാം. പിന്നെ ഒരു സിമിലാരിറ്റി എല്ലാ ഓപ്ഷനിലും കാണും. ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശരി ഉത്തരം അറിയത്തില്ലെങ്കിൽ ഓപ്ഷൻസ് ചിലത് തെറ്റാൻ നമുക്ക് കൃത്യം കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്താൻ പലപ്പോഴും പറ്റാറുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഈ ICT റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഒരിക്കലും ഞാൻ ഇന്റൻസ് ആയിട്ട് പഠിക്കാൻ ഞാൻ പ്രിപ്പയർ ചെയ്യില്ല. പക്ഷെ ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അതൊരു നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കും. കാര്യം അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും ഭയങ്കര വൈഡാ. പേപ്പർ 2 പോലെ തന്നെ എന്ത് വേണേലും ചോദിക്കാം. പക്ഷെ ബേസിക് ആയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് മെത്തേഡ്സ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കോർ കൺസെപ്റ്റ്സ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ടൈപ്പ് ഓഫ് റിസർച്ചുകളുടെ അല്ലെങ്കിൽ മെത്തഡോളജി, പിന്നെ P ഫാക്ടർ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ചില സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആ പാറ്റേൺ അങ്ങ് ഫോളോ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അത്യാവശ്യം ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ പേപ്പർ വൺ. അല്ലേ? ഓക്കെ. അപ്പൊ അവിടെയും ഇപ്പൊ നമ്മൾ സ്പെസിഫിക് ടേംസ് ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കീവേഡ്സ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളെ സെഷൻസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇപ്പോഴേ നമ്മൾ ഇത്രയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി സംസാരിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മുടെ മെന്ററും ഒക്കെ ഹെൽപ്പ് ചെയ്തത്? ലൈക്ക് ഫ്രം നോട്ട് ബീങ് ഫ്രം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് യുവർ അക്കാഡമിക്സ് വരുമ്പോഴത്തേക്കിനും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്കും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്കും ഒരു നല്ലൊരു എക്സ്പോഷർ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പണിങ് നൽകാനായിട്ട് അഖിൽ സാറിന് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട്. കാര്യം എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ വരുന്നത് പേപ്പർ വണ്ണിനെ പറ്റി. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളെ ഫസ്റ്റ് സാർ എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് സോൾവ് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ എനിക്ക് ഒരു ഉത്തരവും അറിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് പോട്ടെ, ബാക്കി ഈ സിലോജിസം, ഇന്ത്യൻ ലോജിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനെ സോൾവ് ചെയ്യണം ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് ആ ഒരു ജേർണി എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ഒരു 2 monthsനുള്ളിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഇത് അറ്റ്ലീസ്റ്റ് ഏത് പോർഷനിൽ നിന്നാന്ന് മനസ്സിലായി. അവസാന 10 ദിവസം കോച്ചിങ് കൊണ്ട് തന്നെ ശരി ഉത്തരങ്ങളിലോട്ട് എത്താനും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പം സാറിന്റെ സപ്പോർട്ട് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു. അത് എനിക്ക് പലപ്പോഴും തന്ന മോട്ടിവേഷൻ JRF എന്നായിരുന്നു. അപ്പം അത് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യലിനെ തന്നെ നമ്മളെ തന്നെ ഒരുപാട് പുഷ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഡ്രീമിലോട്ട് ഒതുങ്ങാതെ മാക്സിമം പഠിക്കാൻ ഞാൻ നോക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒരു ഇത്രയും എന്റെ ഒരു നല്ലൊരു എഫേർട്ട് ഇടാൻ, നല്ല റിസൾട്ട് കിട്ടാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മെന്റർഷിപ്പിന് നല്ല റോൾ ഉണ്ടായിരുന്നു. താങ്ക് യു. ഞാൻ ഉറപ്പായിട്ട് സാറിനെ കൺവേ ചെയ്തേക്കാം. അങ്ങനെ പേപ്പർ വൺ കൊണ്ട് നമ്മളിപ്പോ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ഒരു ലെവലിൽ ക്വാളിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ അടുത്ത ഒരു പ്രിപ്പറേഷനിലേക്കാണ്. ഉറപ്പായിട്ട് നമ്മൾ ഡിസംബറിലേക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
നമ്മളിപ്പോ അടുത്ത ഇപ്പൊ JRF ആണ് നമ്മുടെ എയിം. അപ്പൊ JRFിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് അറിയത്തില്ലായിരിക്കാം, ലോയിലേക്ക് ചെന്നിട്ട് അതിന് ശേഷം റിസർച്ചിലേക്ക് പോവാന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് ചൂസ് ചെയ്തതിലും എനിക്ക് നിഖിലില് വളരെ ഒരു വ്യത്യസ്തത ഞാൻ മനസ്സിലാക്കുന്നു. സോ എന്തായിരിക്കും നിഖില് മനസ്സിലാക്കുന്ന റിസർച്ചിന്റെ സാധ്യതകൾ ലോയ്ക്ക് ശേഷം? അല്ലെങ്കിൽ ലോയിൽ PG എടുക്കുന്ന തന്നെ വളരെ കുറച്ച് ആളുകളാണ് അല്ലെ? അപ്പം എല്ലാവരും 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഒരു സ്റ്റാൻഡ് അലോൺ ലോ ഡിഗ്രിയോ എടുത്തതിന് ശേഷം LLMലേക്ക് പോകുന്നതാണ്. LLMലേക്ക് പോയിക്കൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നേടിക്കൊണ്ട് അതിനുശേഷം JRF നമ്മൾ നോക്കിക്കൊണ്ട് റിസർച്ചിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലോയിൽ പ്രതീക്ഷിക്കാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലോയിലെ സാധ്യതകൾ? ആഹ് ഇപ്പം വന്ന് വന്ന് ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് നമ്മുടെ ലോകം. അതുകൊണ്ട് തന്നെ വെറും ഒരു LLB കൊണ്ട് പലപ്പോഴും നമുക്ക് അർഹിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റാറില്ല. ഒരു PG എപ്പോഴും സഹായം ചെയ്യും. പ്ലസ് ഞാൻ ജുഡീഷ്യറി അത്യാവശ്യം ഡ്രീം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഒരുപാട് ഇന്റേൺഷിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കീഴ്ക്കോടതികൾ തൊട്ട് കേരള ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സുപ്രീം കോടതി ഞാൻ ജഡ്ജ് ചെയ്ത ജഡ്ജ് സാറ് ഒരു PhD ഉള്ള ഒരാളാണ്. ഞാൻ അതുപോലെ തന്നെ കേരള ഹൈക്കോടതി ചെയ്തപ്പോഴും സുപ്രീം കോടതി ചെയ്തപ്പോൾ രണ്ടുപേർക്കും PhD ഉണ്ട്. അവര് ജഡ്ജ് ആയതിനു ശേഷവും സീനിയർ അഡ്വക്കേറ്റ് ആയതിനു ശേഷവും അല്ല ആ ജേർണിയിലുമാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെ പോലുള്ളവര് ജോലിക്കിടയ്ക്കും ഇതും കണ്ടെത്തി ചെയ്യുന്ന സമയത്ത് നമ്മളിത് നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കരിയർ ലാഡേഴ്സ് ഈസി ആയിരിക്കും. പിന്നെ നമ്മുടേതായ ഒരു എക്സ്പെർട്ടീസ് എപ്പോഴും ഒരു ഏരിയയിലുള്ളതിന് നല്ലൊരു ബലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരു ഏരിയയിൽ നമുക്ക് ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു അത് എപ്പോഴും കരിയറിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ലോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോയാലും കോർപ്പറേറ്റിൽ പോയാലും ജഡ്ജ് ആവാൻ പോയാലും ആ ഒരു ഏരിയയിൽ ഒരു നല്ലൊരു വാസ്റ്റ് നോളജ് ഉള്ളത് എപ്പോഴും ഒരു നല്ലതാണ്. പിന്നെ ലോയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരിക്കലും പഠിത്തം തീരുന്നില്ല. ഒരു പുതിയ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് നമ്മൾ പഠിക്കണം. ഒരു പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കണം. അപ്പം ലേണിംഗ് ഒരിക്കലും തീരുന്നില്ല. അത് നമ്മൾ ഫലിയസ് നരിമാൻ ജഡ്ജ് പറഞ്ഞ പോലെ, അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ, ഇതൊരു ലോ സ്റ്റുഡന്റ് ഓൾവേസ് സ്റ്റുഡന്റ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പഠിത്തം ഒരിക്കലും തീരുന്നില്ല. ഒരു പ്രൊഫസർ എങ്ങനെയാണോ പോകുന്നത്, സിലബസ് മാറുമ്പോൾ പഠിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മുടെ കരിയർ എപ്പോഴും ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് വേണം. ആ PhD വരുമ്പോൾ നമുക്ക് ആ ഒരു ഓറിയന്റേഷൻ ശരിയായിരിക്കും. പിന്നെ JRF പോലെ ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും കൂടെ കിട്ടുവാണെങ്കിൽ PhD പോലൊരു കോഴ്സ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുക്കാൻ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജോലി ബാലൻസ് ചെയ്തുകൊണ്ട് അത്ര ഇന്റൻസീവ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു ടൈം സ്പാനിൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്ന പിന്നീട് നമ്മുടെ കരിയർ ഗ്രോത്തിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വെരി ഫൈൻ, വെരി 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 കറക്റ്റ്, വെരി കറക്റ്റ്. യെസ്, കാരണം സുപ്രീം കോർട്ടിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള ആളാണ് അല്ലെ? അപ്പോ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ ലോ ഇന്റേൺഷിപ്പ് ചരിത്രത്തിൽ എന്തെങ്കിലും നല്ലൊരു മൊമെന്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഇത്രയും ഒരു എക്സ്പോഷർ കിട്ടുകയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മളുടെ ഓഡിയൻസിനും ഒരു മോട്ടിവേഷൻ ആവും, ലൈക്ക് ടു ഡു ഇന്റേൺഷിപ്സ് ഇൻ സുപ്രീം കോർട്ട് ഇറ്റ്സെൽഫ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സുപ്രീം കോർട്ടിലെ എക്സ്പീരിയൻസ്? ആ ബിൽഡിങ്ങിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. ഒരു പാസ് വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിന്റെ പേരിനോട് അസോസിയേറ്റ് ചെയ്ത് കയറ്റി വിടുന്നത്. നമ്മൾ ജൂനിയർ വക്കീൽ എന്ന നിലയ്ക്കാണ് നമ്മളെ കൂടെ കയറ്റി വിടുന്നത്. അപ്പം ഞാൻ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ വട്ടം DY ചന്ദ്രചൂഡ് ആയിരുന്നു ജസ്റ്റിസ് ആയിരുന്നു, ചീഫ് ജസ്റ്റിസ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവരുടെയൊക്കെ കോടതി മുറി നിൽക്കുമ്പോൾ നമ്മൾ TV-യിലും സ്ക്രീനിലും പത്രത്തിലൊക്കെ മാത്രം കണ്ടവരെ നേരിട്ട് കാണുമ്പോഴും അവര് എത്രത്തോളം ഇന്റൻസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് ഓരോ സ്റ്റേജിലും ഇപ്പൊ ഞാൻ ട്രയൽ കോർട്ട് ചെയ്യുന്നിടത്തും കേസുകളുടെ നേച്ചർ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അവിടെ അധികം ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. കാര്യം നമ്മള് ലീഗലി പറയുകയാണെങ്കിൽ കീഴ്ക്കോടതികളിലെ ഓൺ ഫാക്ട്സ് ഡിസ്കഷൻ ഉള്ളൂ. ഹയർ കോർട്സിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഓൺ ലോയിലാണ്. അപ്പം ലോ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെയാണ്. അപ്പൊ അവരുടെ അവരുടെ തിങ്കിങ് പ്രോസസ്, അവരെ അനലൈസ് ചെയ്യുന്ന രീതി, അതൊക്കെ ഒരു ഭയങ്കര ഒരു ലേണിംഗ് ആണ്. അപ്പം പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ജേർണി തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. നമ്മൾ പല കേസുകൾ കാണും, ക്രിമിനൽ കേസ്, സിവിൽ കേസ്. പക്ഷെ ഹയർ കോർട്സിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന്റെ റിസൾട്ട് കാണുന്നില്ല. കാര്യം ക്ലൈൻസ് ഒന്നും കോടതി വരത്തൊന്നുമില്ല, അഡ്വക്കേറ്റ്സ് മാത്രമേ അവിടെ ഉള്ളൂ. ഈ താഴത്തെ കോടതി നമ്മളിങ്ങനെ പ്രതിയും വാദിഭാഗവും നിന്ന് സാക്ഷി വിസ്താരവും ഒക്കെ കാണുന്നുള്ളൂ.
അപ്പം അതെല്ലാവരും എൻ്റെ ജേണിയും ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഫീൽ ചെയ്യാനുണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, ഒരു രസമാണത്. മനസ്സിലാണല്ലേ. And how would you feel coming from Pune to CC for paper one? അതും ഒരു ആകസ്മികമായിട്ട് സംഭവിച്ചാന്ന് തന്നെ പറയാം. അഖിൽ സാറിനെ എനിക്ക് നേരത്തെ പരിചയം ഉള്ളതുകൊണ്ട് സാറിന്റെ ഒരു ഗൈഡൻസ് വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഞാൻ ഒരു ബേസിക് റിസർച്ച് ഞാൻ നടത്തിയിരുന്നു. എങ്ങനെയുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസൾട്ട് ഉള്ള ഒരു സ്ഥലം തന്നെയാണോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതെ, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ നിങ്ങളുടെ ചാനലിലെ പഴയ കുറച്ച് വീഡിയോസ് കാണുമ്പോഴും അത് കണ്ട് പഠിക്കാൻ നോക്കുമ്പോഴും എനിക്ക് നല്ല ഐഡിയ കിട്ടുന്നുണ്ട്. ടീച്ചറിന്റെ പേര് ഞാൻ പറഞ്ഞത്, മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറുടെ ക്ലാസ് ഞാൻ ഒത്തിരി തവണ റിപ്പീറ്റ് ഇട്ട് ഞാൻ ഒരേ കൺസെപ്റ്റ് പിന്നെയും പിന്നെയും കേൾക്കുമ്പോഴും നല്ല സിമ്പിൾ ആയിട്ട് ഓരോന്ന് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അറിയാത്ത ഏരിയാസ് ഒക്കെ നന്നായിട്ട് പഠിക്കാൻ എനിക്ക് പറ്റി. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം പിന്നെ ഞാൻ എന്റെ എഫേർട്ടുകൾ ഇട്ടപ്പോൾ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസും നല്ല റിസൾട്ടും കിട്ടി. Okay. Okay, Nikhil. So thank you for joining us today. And heartfelt congratulations. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഇത്രയും സ്കോർ നേടിയെടുക്കാൻ സാധിക്കുകയും നമ്മുടെ ക്വാളിഫിക്കേഷൻ ക്രോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തതിൽ വളരെ പ്രശംസനാർഹം തന്നെയാണ്. ആൻഡ് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ദിസ് ഈസ് നോട്ട് സംതിങ് ടു റെസ്റ്റ് വിത്ത്. ഉറപ്പായിട്ടും ഇദ്ദേഹം പ്രാക്ടീസിലാണ്. JRF എന്നുള്ളൊരു എയിം ക്രോസ് ചെയ്യുക ആൻഡ് കീപ് ഇൻസ്പയറിംഗ് others to achieve more just like you do now. All the very best, Nikhil. Very good talking to you. Thank you. Thank you, sir. Thank you.